ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 10 മണി. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തേ ഇത്രയും സമയം കുളിക്കാൻ താമസിച്ചെന്ന്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്, കഴിക്കാൻ പോകുന്നുണ്ട്. കഴിക്കാൻ എന്താണെന്നുള്ളതും കൂടെ കാണിച്ചു തരാം. സൗണ്ട് കുറച്ചാണ് പറയുന്നത്, കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. നിങ്ങളെല്ലാം ഫുഡും കഴിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണോ സുഹൃത്തുക്കളെ? എന്താണെന്ന് അറിയില്ല കേട്ടോ. വീഡിയോയ്ക്ക് എന്തോ ക്ലിയർ കുറവ് പോലെ തോന്നുന്നു. കഴിക്കാൻ എന്താണെന്നുള്ളത് നോക്കട്ടെ. ഇന്ന് എൻ്റെ സഹോദരൻ്റെ മോളുണ്ടല്ലോ, ഇളയ സഹോദരൻ്റെ മോളെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർ കേക്ക് എന്തൊക്കെ കട്ട് ചെയ്ത് എന്നെ വിളിച്ച്, ഞാൻ പോയില്ല. നമുക്കിവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് എന്നെ വിളിച്ച്, ഞാൻ പോയില്ല. പോകാത്തതിൻ്റെ കാരണവും പറയാം. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഫോണിൽ നോക്കിയിട്ട് ഇരുട്ട് പോലെ തോന്നുന്നു. ക്ലിയർ ഉണ്ടോ ഇല്ലേ, പറയുന്നത് കേൾക്കാമോ ഇല്ലേ അറിയില്ല. അപ്പോൾ എന്താണ് നോക്കട്ടെ. കേക്ക് മുറിച്ചെന്തോ പുട്ടും ഉണ്ടാക്കി തോന്നാം. രണ്ടടേ രാത്രി കുളിയും കഴിഞ്ഞ് വന്ന് കഴിക്കാൻ പറ്റിയത് തന്നെ. രണ്ടടേ ഇടിയപ്പവും പെറോട്ടയും കറി നോക്കട്ടെ എന്താണെന്ന്. ചിക്കൻ കറി. സ്പൂണൊന്നും എടുക്കാൻ പോയില്ല. ഇനി സ്പൂൺ എടുക്കാൻ പോകണം. ഞാൻ ഇച്ചിരി ഇങ്ങനെ എടുക്കാം, കൈ കൊണ്ടിച്ചിരി എടുക്കാം. സ്പൂണൊന്നും എടുക്കാൻ പോയില്ല. ഇനി മോൻ കഴിക്കട്ടെ, ഞാൻ കാണാമോ. ഇച്ചിരി ഞാനും എടുത്തു. അപ്പോൾ ഇത് ഒറ്റ വീഡിയോ ഇട്ടിടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്യാതെ എടുത്തത്. അപ്പോൾ ഞാൻ കഴിക്കിട്ട് മണി 10 ഇത് കഴിച്ചിട്ടാണ് ഇത്തിരി ലൈവ് പോകേണ്ടത്. ക്ലിയർ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സഹോദരൻ്റെ മോളെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച്, ഞാൻ പോയില്ല. പോകാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ കാണാൻ അങ്ങനെ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇന്നൊരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ലൈവിലൂടെ പരിചയപ്പെട്ടതാണ്. എൻ്റെ ലൈവ് കാണാൻ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ പ്രതീക്ഷിക്കാതെ ചോദിക്കാണ്ട് വന്ന്. നമ്മൾ ലൈവിലൂടെ പറയുമല്ലോ, ലൈവിലൂടെ പലരും നമ്മുടെ വീടും നാടും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ ലൈവിലൂടെ പറയും. ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്, കോവളത്താണ്, തിരുവല്ലത്തിനടുത്താണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തോ വഴി ചോദിച്ച് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി വന്നിരുന്നു. ഒരു മോനും മോളും അവരെ കുഞ്ഞുമായിട്ട്, 2.5 വയസ്സായ മോളുമായിട്ട് എന്നെ കാണാൻ വന്നിരുന്നു. സന്തോഷം. ഞാൻ അതാണ് പറയണത്, നമ്മളെ എവിടേക്ക് എന്താണ് ഏതെന്ന് പോലും അറിയാണ്ട് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനും നമ്മളെ പലരും പല ജില്ലയിലും പലയിടത്തും ഇരുന്ന് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ വഴി തേടി പിടിച്ച് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ മോനെ, നീ ലൈവ് കാണുന്നുണ്ടെങ്കിൽ മോളെ എങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ നമ്മളെ കാണാൻ വന്നില്ലേ? നിങ്ങൾ നമ്മളെ കാണാൻ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാതെ എടുക്കുന്നത്. അപ്പോൾ എന്താണ് അവർ കൊണ്ടുവന്നതെന്നും കൂടെ കാണിച്ചിട്ട്, എനിക്ക് എന്താണ് കൊണ്ടുവന്നതെന്നും കൂടെ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ. ഞാൻ അതെവിടെയോ ഇരുന്ന് നോക്കട്ടെ, എടുത്തുകൊണ്ട് വരട്ടെ, അതും കൂടെ എടുക്കണം. അപ്പോൾ വീഡിയോ കട്ട് ചെയ്യാതെ നമുക്ക് എടുക്കാം. ഫോണേ സ്റ്റാൻഡ് എവിടെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കണ്ടോ
ഈത്തപ്പഴം ഈത്തപ്പഴം ബദാം. മോനെ നീ വീഡിയോ കാണണം കേട്ടോ. ഞാൻ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാം നല്ല ഗ്ലാമർ വെക്കേണ്ട സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. ഇതെന്താണാവോ? പിസ്തയല്ലേ? കണ്ടോ, നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്ന് വെറുതെ വരാണ്ട് എല്ലാം വില കൂടിയ സാധനമൊക്കെയാണ്, എല്ലാം നല്ല ഗ്ലാമർ വെക്കേണ്ട സാധനങ്ങളൊക്കെയാണ് വാങ്ങി വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളത് കാണിക്കണം. നിങ്ങളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ. അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനും നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ കാണാനും ഒക്കെ വന്നതിൽ മോളെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് നിങ്ങളത് കാണിക്കാമെന്നും അറിയിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇടില്ല, നാളെ ഇടാൻ കേട്ടോ. ഇന്നിപ്പോൾ ഇത്ര സമയം ലേറ്റായി. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടില്ല, ഈ വീഡിയോ നാളെ ഇടാം കേട്ടോ. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിരിക്കും. എല്ലാവരും ഫുഡും കഴിച്ച് ഉറക്കമായി കാണും. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഡൈ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഡൈ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അവർ വന്നത്. ഞാൻ നോക്കുമ്പോൾ ബെല്ലടിക്കുന്നപ്പോൾ ഞാൻ മകളിൽ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് നോക്കി ആരാന്ന് കേട്ടാ പറഞ്ഞ് തുണി തയ്ക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ആരപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാർ തുണി തയ്ക്കാൻ വേണ്ടിയിട്ട് വന്നോ എന്ന് പറഞ്ഞ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞ് ഞാൻ താഴെ ഇറങ്ങിപ്പോയപ്പം എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തുണി തയ്ക്കണമെന്ന് ആര് പറഞ്ഞു ഇവിടെ തുണി തയ്ക്കണമെന്ന്? അത് അപ്പുറത്തുള്ള ഒരാൾ പറഞ്ഞ് ഇവിടെ തുണി തയ്ക്കണം എന്ന് പറഞ്ഞു. എന്നിട്ടാണ് പറയണേ, നമ്മുടെ ലൈവിലൂടെയൊക്കെ വരണ മോനാണ്, ശ്യാം എന്നാണ് പേര്, ശ്യാം ഷാജു എന്നാണ് പേര്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ വന്ന് കുറേ നേരം ഞാൻ കഥയൊക്കെ പറഞ്ഞിരുന്ന് കുറേ സമയം ഇരുന്ന് കേട്ടോ. ഒരു 7:30 ആയപ്പോൾ വന്ന് 9 മണി വരെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ ഞാനുണ്ടല്ലോ ഡൈ അടിക്കാൻ വേണ്ടിയിട്ട് ഡൈ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴത്തേക്കാണ് ഇവരെ വരവ്. പിന്നെ എടുത്ത് വെച്ച ഡൈ ഇനി കളയണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവർ പോയതിന് ശേഷമാണ് ഡൈ ഒക്കെ അടിച്ച് എത്രത്തോളം ആയില്ലെന്നൊന്നും അറിഞ്ഞൂടാ. ഡൈ അടിച്ച് കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ ഇതൊക്കെയാണ് വിശേഷം. ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലെത്തിയത്. അപ്പം എല്ലാവരും വീഡിയോ കാണുക. ടാറ്റ, ബൈ ബൈ.